നമസ്കാരം. ഒരു സബ്ജക്റ്റുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കുറച്ച് നാളുകളായി. അതിന് കാരണം കുറേയേറെ പെൻഡിങ് ജോലികളുണ്ടായിരുന്നു. പെൻഡിങ് ജോലികൾ എന്ന് വെച്ചാൽ നമുക്കറിയാം, 2 വർഷമൊക്കെ വീട്ടിൽ നിന്ന് നമ്മൾ മാറി ദൂരെ ഒരു സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തികൾക്ക്, അവരാരായാലും, അവർ റിട്ടയർ ചെയ്ത് വരുമ്പോൾ അവർക്ക് വീട്ടിൽ ധാരാളം ജോലികൾ ചെയ്യാനുണ്ടാകും, അത്യാവശ്യ കാര്യങ്ങൾ. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് പൂർത്തിയാക്കി വരികയാണ്. അതിനിടയ്ക്ക് അല്പം സമയം ഇതിനായിട്ട് മാറ്റിവെക്കണമെന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കും, ഗവൺമെൻറ് ജീവനക്കാർക്ക് ഇഷ്ടംപോലെ അവധി ഉണ്ടല്ലോ, ലീവ് ഉണ്ടല്ലോ, ഓരോ ദിവസങ്ങളുണ്ടല്ലോ, ഹോളിഡേയ്സ് ഉണ്ടല്ലോ എന്നൊക്കെ. കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്ക് ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്യണം, ഭൂരിഭാഗം ഓഫീസുകളും. എന്നാൽ ചില ഓഫീസുകൾ ആഴ്ചയിൽ 6 ദിവസം ജോലി ചെയ്യുന്ന ഓഫീസുകളുണ്ട്. എല്ലാ ദിവസവും ജോലി ചെയ്യുന്ന ഓഫീസുകളും ഉണ്ട്. കേരളത്തിലും അങ്ങനെ ഉണ്ട്. പോലീസ് സ്റ്റേഷൻ, KSRTC, റെയിൽവേ, ഫയർ സ്റ്റേഷൻ, ഹോസ്പിറ്റൽസ്, ധാരാളം അങ്ങനെ ഉണ്ട്. ഇപ്പം ഞാൻ ജോലി ചെയ്തത് 365 ഡേയ്സ് വർക്ക് ചെയ്യുന്ന ഓഫീസാണ്. അറിയാമല്ലോ, ആകാശവാണി. അപ്പോൾ അവധി എല്ലാവർക്കും എന്ന പോലെ ഞങ്ങൾക്കുമുണ്ട്. ഒരു വർഷം സാധാരണ വീക്കിലി ഓഫ് കൂടാതെ, സാധാരണ പബ്ലിക് ഹോളിഡേയ്സ് കൂടാതെ ഒരു വർഷം 30 ഏൻഡ് ലീവ് ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ 10 വർഷം ജോലി ചെയ്യുന്നവർക്ക് 30 × 10 300, 20 വർഷം ജോലി ചെയ്യുന്നവർക്ക് 600, 30 വർഷം ജോലി ചെയ്യുന്നവർക്ക് 900 ഏൻഡ് ലീവ് ലഭിക്കുന്നുണ്ട്, വിത്ത് ഫുൾ പേ. അതുകൂടാതെ ഒരു വർഷം 20 മെഡിക്കൽ ലീവ്, 10 വർഷം 200 മെഡിക്കൽ ലീവ്, 20 വർഷം 400 മെഡിക്കൽ ലീവ്, 30 വർഷം 600 മെഡിക്കൽ ലീവ്. ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ ഏകദേശം 4 മാസത്തെ ലീവ് ഉപയോഗിക്കാതെയാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. വേണമെങ്കിൽ എനിക്കത് ഉപയോഗിക്കാമായിരുന്നു. 4 മാസം പലപ്പോഴായി വീട്ടിലിരിക്കാം, ഫുൾ പേയ്മെൻറ്റ് കിട്ടും. പക്ഷേ ഒരു ധാർമ്മികതയുണ്ടല്ലോ. ഡൽഹിയിൽ നിന്നും എന്നെ എൻ്റെ റിക്വസ്റ്റ് പ്രകാരം ബാംഗ്ലൂരിലെ ഒരു ചുമതല നൽകി ഗവൺമെൻറ് ഉടൻ തന്നെ നിയമിച്ചപ്പോൾ സാമാന്യ ഒരു ധാർമ്മികതയും മര്യാദയും ഒക്കെ ഞാനും പുലർത്തണ്ടായേ. ഞാൻ റിട്ടയർ ചെയ്യാൻ പോവുകയാണ്, ഞാൻ 2 വർഷത്തിനുള്ളിൽ റിട്ടയർ ചെയ്യും, എനിക്ക് 4-5 മാസം ഇനിയും അവധി, അവശേഷിക്കുന്ന 4-5 മാസത്തെ അവധി കൂടി ഉണ്ട്, അതെടുത്തില്ലെങ്കിൽ എനിക്ക് വേസ്റ്റായി പോകത്തേ ഉള്ളൂ എന്ന കാരണം പറഞ്ഞ് അവധി എടുത്ത് വീട്ടിലിരിക്കുന്നത് മര്യാദകേടല്ലേ, അധാർമികതയല്ലേ? ഗവൺമെൻറ് എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് ബദലായി ഞാൻ പ്രവർത്തിക്കുകയല്ലേ? അതിൻ്റെ മനസാക്ഷിക്കെതിരാണ്. അതുകൊണ്ട് ഞാനങ്ങനെ അവധി എടുത്തില്ല. എന്നെ ഫലമേൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണ സംതൃപ്തിയോടെ ക്രിയേറ്റീവായി നിർവഹിക്കാൻ സാധിച്ചു. അങ്ങനെ വിരമിച്ചപ്പോൾ എനിക്ക് ഒരു 4 മാസം വീട്ടിൽ ഇരിക്കാൻ പറ്റിയില്ലല്ലോ, ഇരിക്കാമായിരുന്നല്ലോ. അത് അങ്ങനെ ഒരു ചിന്തയില്ല. നമ്മൾക്ക് ഒരു ചുമതല നൽകി നമ്മളത് ഉത്തരവാദിത്തത്തോടെ നിർവഹിച്ചു വരണം. അതൊരാൾക്ക് ചെറിയ ജോലിയായാലും ഉയർന്ന ജോലിയായാലും, വില്ലേജ് ഓഫീസർ ആയാലും, ജില്ലാ കളക്ടർ ആയാലും, LP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയാലും, മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലായാലും, എല്ലാവർക്കും അവരില്ലെങ്കിൽ ആ സ്ഥാപനത്തിന് വലിയ പ്രശ്നമുണ്ടാവും, പ്രവർത്തന പ്രശ്നമുണ്ടാവും. LP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഇല്ല എന്ന് ആലോചിക്കുക, അവിടെ 250 കുട്ടികളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. സ്കൂളുമായി ബന്ധപ്പെട്ടവർക്കറിയാം, ഹെഡ് മാസ്റ്റർ 5-6 മാസം സ്ഥിരമായിട്ടില്ല, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ സ്ഥിരമായിട്ടില്ല, ഒരു വില്ലേജ് ഓഫീസർ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ താഴത്തെ ഒരു തസ്തികയാണല്ലോ വില്ലേജ് ഓഫീസ്, അതിൻ്റെ ഓഫീസർ 5-6 മാസം ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ആ ബുദ്ധിമുട്ട് വരുന്നത്. മറ്റൊരാൾക്ക് ചാർജൊക്കെ കൊടുക്കുമായിരിക്കും, എങ്കിലും ഡിസ്ട്രിക്ട് കളക്ടർ
അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി. അപ്പം ഏത് സ്ഥാപനത്തിൽ ഏത് തസ്തികയിൽ ഇരുന്നാലും, എത്ര ഉയർന്ന തസ്തികയായാലും ഒരു താഴത്തെ തസ്തികയായാലും, ഉത്തരവാദിത്തമുള്ള പോസ്റ്റ് ആണെങ്കിൽ, ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റ്, ഒരു പഞ്ചായത്തിന്റെ സെക്രട്ടറി എന്ന് പറയുന്ന ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി, ഒരു സംസ്ഥാനത്തിന്റെ ഒരു വകുപ്പിന്റെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തി, അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റാണ്. അവിടെ ഇരിക്കുന്ന 25 ക്ലർക്കുമാരിലോ 10 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരിലോ 15 അപ്പർ ഡിവിഷൻ ക്ലർക്കുമാരിലോ 4 സൂപ്രണ്ടുമാരിലോ 25 സെഷൻ ഓഫീസർമാരിലോ ഒരാൾ 1-2 പേര് 1-2 മാസം ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഓടിപ്പോവും. എന്നാൽ അതിൽ ഉത്തരവാദിത്തപ്പെട്ട തസ്തികയിലിരിക്കുന്ന വ്യക്തി ഏറെ നാളുകൾ ഇല്ലാതെ നിന്നാൽ അത് സാരമായി ആ ഓഫീസിനെ ബാധിക്കും. അങ്ങനെ എനിക്ക് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു തസ്തികയായിരുന്നു ബാംഗ്ലൂരിലെ. അതുകൊണ്ട് ഞാൻ അവധി എടുത്തില്ല. നമ്മൾ സറണ്ടർ ചെയ്തു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, കളഞ്ഞു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, യൂട്ടിലൈസ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എനിക്കതിൽ ഒരു വിഷമവും ഇല്ല. കാരണം 30 വർഷക്കാലം 32 വർഷക്കാലം ഗവൺമെന്റ് നമുക്ക് ശമ്പളം തന്നില്ലേ. അപ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ സന്തോഷത്തോടെ, ധാർമ്മിക സന്തോഷത്തോടു കൂടി നമ്മൾ റിട്ടയർ ചെയ്യണം. അതാണ് നല്ലത്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഞാൻ ഓർക്കുന്നു, ജോലി ചെയ്യാൻ പറ്റുമ്പോഴല്ലേ ജോലി ചെയ്യാൻ സാധിക്കൂ. നമ്പർ 1. നമ്പർ 2, ജോലി ചെയ്യാൻ അനുവദിച്ചിട്ടുള്ള സമയത്തിൽ മാത്രമല്ലേ ജോലി ചെയ്യാൻ സാധിക്കൂ. റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പിന്നെ ഓഫീസിൽ പോയിരുന്ന് ജോലി ചെയ്യാൻ പറ്റുമോ? സൗജന്യമായി ജോലി ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ കയറ്റുമോ? നമ്മുടെ ഒപ്പിന് എന്തെങ്കിലും വിലയുണ്ടോ? ഇല്ല. ഒരു നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, പൂർണ്ണമായി സംതൃപ്തിയോടെ ജോലി ചെയ്ത് വിരമിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അങ്ങനെ ലഭിക്കുന്ന ഭാഗ്യമാരും കളഞ്ഞു പൊളിക്കരുതേ, അവധിയെടുത്ത് കളയരുതേ, അല്ലെങ്കിൽ ലീവ് എടുത്ത് കളയരുത്, അവധിയെടുത്ത് കളയല്ലേ എന്ന് നമ്മൾ പറയും. ഈ അവധികൾ കൂടാതെ വേറെയും ലീവുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇത് അറിയാൻ വയ്യാത്തൊരു ലീവ് കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥയ്ക്ക് കുഞ്ഞിനെ വളർത്താനായി, കുഞ്ഞെന്നവർക്ക് പറയാൻ പറ്റില്ല, തൻ്റെ ആദ്യത്തെ 2 കുട്ടികൾ, മൂന്നാമത്തെ കുട്ടിക്ക് കിട്ടില്ല, 2 കുട്ടികളെ വളർത്താനായി ആ കുട്ടികളുടെ 18 വയസ്സ് വരെ 2 വർഷം ഏത് സമയത്തായാലും, ഒന്നുകിൽ ആ കുട്ടിയുടെ പരീക്ഷ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു അസുഖം വരുമ്പോൾ ഒക്കെ അവരെ ശുശ്രൂഷിക്കാൻ, അവരോടൊപ്പം ഇരിക്കാൻ, അവർക്ക് ധാർമ്മികമായ ഒരു സപ്പോർട്ടിന് വേണ്ടി 2 വർഷത്തെ അവധി കിട്ടും. 2 വർഷത്തെ വിത്ത് ഫുൾ പേ. ഇൻ കേസ് അമ്മയില്ലാത്ത കുട്ടിയാണെങ്കിൽ, അമ്മ മരിച്ചുപോയി എങ്കിൽ അച്ഛന് ഈ കുട്ടിയെ നോക്കാനായി 2 വർഷം അവധി കിട്ടും, 18 വയസ്സ് വരെ. അങ്ങനെ ഒരു ലീവ് കൂടി കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കുണ്ട്. പിന്നെ മറ്റ് ലീവ്, പ്രസവാവധി 6 മാസം, അത് എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു ചൈൽഡ് കെയർ ലീവിനെ പറ്റി പലർക്കും അറിയാത്തത് കൊണ്ടാണ് ഞാൻ അതുകൂടി സൂചിപ്പിച്ചത്. ഭാര്യയുടെ പ്രസവ സമയത്ത് ഭർത്താവിന് കുറച്ച് ദിവസത്തെ അവധി കൊടുക്കുന്നുണ്ട്, പെറ്റർണിറ്റി ലീവ് എന്ന് പറഞ്ഞു. അപ്പം ഈ ലീവ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാതെ ബാംഗ്ലൂരിൽ അവസാനത്തെ 2-2.5 വർഷം കഴിഞ്ഞതുകൊണ്ട് ധാരാളം ജോലികൾ വീട്ടിൽ പെൻഡിങ് ആയിട്ട് വന്നു. എന്നെപ്പോലെ വീട് വിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ, വീട് അടച്ചിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന എല്ലാ ജോലിക്കാർക്കും, എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇക്കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ആ വീട്ടിലെ എന്തെല്ലാം കാര്യങ്ങൾ പെൻഡിങ് ആവും. നമ്മൾ 2 വർഷമായി ഇല്ലാഞ്ഞത് കൊണ്ടുണ്ടായ നാശനഷ്ടങ്ങൾ, പിന്നെ ചെയ്യാൻ സാധിക്കാതെ പോയി പെൻഡിങ് മാറ്റിവെച്ച കാര്യങ്ങൾ, ഇങ്ങനെ ഇവയെല്ലാം കൂടി എനിക്ക് മാത്രമല്ല എന്നെപ്പോലുള്ള എല്ലാവർക്കും കാണും. ആദ്യത്തെ റിട്ടയർ ചെയ്തുള്ള ഒരു 4-5 മാസക്കാലം ധാരാളം ജോലികൾ എല്ലാ വീട്ടിലും ഉണ്ടാകും. അങ്ങനെ കുറേയേറെ പെൻഡിങ് ജോലികൾ എനിക്കിപ്പോൾ ഉണ്ട്. അതൊരു 4-5 മാസം കൊണ്ട് ഒരുമാതിരി ചെയ്തു തീർക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. അങ്ങനെ ആ ജോലി തിരക്കിലായത് കൊണ്ടാണ് എൻ്റെ ഈ വീഡിയോ പരമ്പരയിൽ, ഈ യൂട്യൂബ് ചാനലിൽ
കുറച്ച് നാളുകളായി ഒരു വിഷയമായി നിങ്ങളുടെ മുൻപിൽ വരാൻ സാധിക്കാഞ്ഞത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു ചെല്ലാം. ഇത് വേനൽക്കാലം. ഈ വേനൽക്കാലത്ത് നമുക്ക് കടകളിൽ നിന്ന് ജ്യൂസ്, നാരങ്ങാവെള്ളം, മോരും വെള്ളം, സർബത്ത്, തണ്ണിമത്തൻ ഇങ്ങനെ പല കാര്യങ്ങൾ വാങ്ങിച്ച് കുടിക്കാറുണ്ട്. പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ട, വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു കൊച്ചു കാര്യമാണ്. എങ്കിൽ അത് വളരെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ആരോഗ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ പോവുകയാണ്. ഒന്നാമത് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നതാണത്. ഒരു തട്ടുകടയിൽ നിന്ന് നാരങ്ങ, ചൂടുള്ള സമയമാണ്, ഒരു നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് ഞാനും എൻ്റെ സുഹൃത്തു കൂടി 2 നാരങ്ങ വെള്ളം ഓർഡർ ചെയ്തു. ഞാൻ എപ്പോൾ പോയാലും ഈ കടയിലെ ശുചിത്വം ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ തട്ടുകടയാകുമ്പോൾ നമുക്കെല്ലാം കാണാമല്ലോ. തട്ടുകടയൊക്കെ ആകുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ ഒരു നാരങ്ങ കഴുകുന്ന ഒരു വെസൽ മുമ്പിൽ വെച്ചിട്ടുണ്ട്, പാത്രം കഴുകുന്ന ഒരു വെസൽ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് ഗ്ലാസ് വരുന്നുണ്ട്. അങ്ങനെ 2 നാരങ്ങ വെള്ളം പറഞ്ഞു. പുള്ളിക്കാരന് ഗ്ലാസ് ഈ പാത്രത്തിലെ വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് കഴുകുന്ന കണ്ടു. സ്പീഡിൽ വീണ്ടും ഒന്ന് കൈ എടുക്കുന്ന കണ്ട് വീണ്ടും അത് കമത്തി അങ്ങ് വെച്ചു. ഉടനെ തന്നെ പെട്ടെന്ന് നാരങ്ങ എടുക്കാൻ പോകുന്നു, പഞ്ചസാര എടുക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സുഹൃത്തെ നിർത്തിയേരെ, നിങ്ങൾ ആ ഗ്ലാസ് കഴുകിയ വെള്ളം നിങ്ങൾ കഴിഞ്ഞ 10-50 പേരുടെ കുടിച്ചതിൻ്റെ ബാക്കി ഒഴിച്ച് അതേ വെള്ളത്തിൽ ഇങ്ങനെ കഴുകി കൊടുക്കുകയാണ്. നിങ്ങൾ കലത്തിൽ നിന്ന് നല്ല വെള്ളം എടുത്ത് ഈ ഗ്ലാസ് 2 പ്രാവശ്യം ഒന്ന് കഴുകണം. ഇല്ല, ഞാൻ വൃത്തിയായിട്ട് കഴുകി. അങ്ങനെ കഴിഞ്ഞ് നിങ്ങൾ വൃത്തിയായിട്ട് കഴുകിയതാണെങ്കിൽ നിങ്ങൾ ഈ ഒഴിക്കുന്ന നാരങ്ങ വെള്ളം നിങ്ങൾ കുടിക്കണം, ഞങ്ങൾ അതിൻ്റെ പൈസ കൊടുത്തോളാം. ഞാനും എൻ്റെ സുഹൃത്തും ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ അടി മുതൽ മുടി വരെ ഒന്ന് നോക്കി, മനസ്സിൽ എന്തൊക്കെയോ ചീത്ത പറഞ്ഞുകൊണ്ട് പുള്ളി കലത്തിൽ നിന്ന് ഒരു മഗ് വെള്ളം എടുത്ത് വീണ്ടും ഈ ഗ്ലാസ് എടുത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തിന്ന് കഴിയും. ഞാൻ പറഞ്ഞു, പറ്റില്ല, ആ പരിപാടി പറ്റില്ല. ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ നോക്കി, വേണേ കുടിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെയാണ് നോട്ടം. ഞാൻ പറഞ്ഞു, ചേട്ടൻ കുടിച്ചോ, ഞാൻ പൈസ കൊടുത്തോളാം. നല്ല പറയിച്ചിട്ട് എന്നേക്കാൾ 10 വയസ്സ് മൂപ്പുള്ള ഒരാളാണ്. ഭയങ്കര രോഗം മനസ്സിലായി. അയാൾ വീണ്ടും ഒരു മഗ് വെള്ളം എടുത്തിട്ട് വൃത്തിയായിട്ട് കഴുകി നാരങ്ങ വെള്ളം തന്നു. അതിൻ്റെ പൈസയും കൊടുത്തു. നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊന്ന് കറങ്ങി ചെന്നിട്ട് ആ വെള്ളത്തിലാണ് എൻ്റെ ഗ്ലാസ് കഴുകിയെന്നൊന്ന് നോക്കി. നല്ല കൊഴുത്ത് കിടക്കുന്ന, അതിനകത്ത് ഈ എല്ലാവർക്കും നാരങ്ങ വെള്ളം കൊടുത്തിട്ട് എൻ്റെ അഴുക്കെല്ലാം കൂടെ അതിനകത്തോട്ട് തന്നെ അതിങ്ങനെ കിടക്കുന്ന, എന്ന് പറഞ്ഞാൽ ഒരു 50-60 പേരുടെ തുപ്പലും അവർ കുടിച്ചതിൻ്റെ ബാക്കിയും എല്ലാം ഈ പാത്രത്തിലെ ഏകദേശം എനിക്കൊന്നൊരു 20 ഗ്ലാസ് വെള്ളമോ 15 ഗ്ലാസ് വെള്ളം ഉണ്ട്. അതിനകത്താണ് ഈ മനുഷ്യൻ. എങ്ങനെ അയാളെ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പൈശാചിക സ്വഭാവമുള്ള ഈ മനുഷ്യൻ എത്രയോ മനുഷ്യരെ ഇങ്ങനെ എച്ചിരി വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് ഇയാൾ ഈ കഴുകുന്നത്. ഒന്നും നമുക്കവിടെ നിന്ന് പറഞ്ഞ് അങ്ങാരോട് വഴക്കിനുവാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞുകൊണ്ട് അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. നമുക്ക് നേരിട്ട് ഗ്ലാസ് കഴുകുന്നത് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനത്തെ വെള്ളം, അതായത് ഇയാൾ ഒഴിച്ചു തരുന്ന മോരും വെള്ളം, സർബത്ത്, മറ്റേത് മറിച്ചതൊന്നും ജീവിതത്തിലേക്ക് കുടിക്കുകയെല്ലാം തീരുമാനിച്ചു. അത് ഒരുപാട് നാൾ പാലിച്ചു. പക്ഷേ ഈ അടുത്ത സമയത്ത് അത് പെട്ടെന്ന് മറന്നുപോയി. കോട്ടയത്തുനിന്ന് പോവുകയായിരുന്ന ഒരു കാര്യത്തിന് ഓൺ ദ വേയില് ഒരു കടയിൽ, നല്ല ചൂടുണ്ടല്ലോ ഇപ്പോഴത്തെ 37 ഡിഗ്രി, ഒരു തട്ടുകട, നാരങ്ങ വെള്ളവും മറ്റേ വെള്ളവും മറിച്ച വെള്ളവും ഒക്കെ വിൽക്കുന്ന ഒരു കട ചെന്നു. ഇപ്പൊ പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് 2 നാരങ്ങ വെള്ളം പറഞ്ഞ് സോഡ ഒഴിച്ച് തരാൻ പറഞ്ഞു. അതെ, ആ വെള്ളത്തിന്റെ അവസ്ഥ ഒന്ന് മാറ്റി കിട്ടും. നല്ല വെള്ളമാണോ പന്ന വെള്ളമാണോ ഒഴിക്കുന്ന അറിയാൻ വയ്യാത്തതുകൊണ്ട് തന്നത്തെ സോഡ ഒഴിച്ചിട്ട് ഒരു ഉപ്പിട്ട നാരങ്ങ വെള്ളവും ഉപ്പിടാത്ത ഒരു നാരങ്ങ വെള്ളവും പഞ്ചസാര ഇട്ടൊരു നാരങ്ങ വെള്ളം തരാൻ പറഞ്ഞു. ഉടൻ തന്നെ പുള്ളിക്കാരൻ ഈ പറഞ്ഞതുപോലെ അന്ന് 20 വർഷം മുമ്പൊക്കെ തിരുവനന്തപുരത്ത് നടന്ന അതേ രീതിയിൽ പെട്ടെന്ന് ഗ്ലാസ് കഴുകുന്നു. അതീവ വേഗതയിൽ 2 നാരങ്ങ എടുക്കുന്നു, പിഴിയുന്നു. ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ് നിർത്തേ, പിഴിയാൻ വരട്ടെ. ആ ഗ്ലാസ്സിനകത്ത് ഏകദേശം 2 സ്പൂണ് നാരങ്ങ വെള്ളം കിടപ്പുണ്ട് ഈ 2 ഗ്ലാസ്സിൽ. എന്താണെന്നറിയാവോ? ഈ 10-20 പേര്, 10-40 പേര്, അല്ലെ 10-60 പേര് കുടിച്ചതിന്റെ ബാക്കിയെല്ലാം കൂടെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തില് അത് തന്നെ
എടുത്താണ് ഇയാൾ കഴുകുന്നത്. അതിന്റെ ഒരു 2 സ്പൂണാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഈ കഴിയന്റെ ബാക്കി സ്പീഡ് കഴിയതാ എന്ന് പറഞ്ഞാൽ ഞാൻ അത് കുടിച്ചിരുന്നെങ്കിൽ ഒരു 60 പേര് കുടിച്ച നാരങ്ങ വെള്ളത്തിന്റെ എല്ലാവരും കുടിച്ചതിന്റെ കുറച്ച് ബാക്കി വന്നത് എല്ലാം കൂടെ മിക്സ് ചെയ്താൽ എന്താണോ വേസ്റ്റ്, ചിന്തിക്കുക നിങ്ങൾ. ആ വേസ്റ്റാണ് ഞാൻ കുടിക്കേണ്ടത്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞത് ഇതിനകത്ത് പെട്ടെന്ന് പുള്ളിക്കാരൊന്നും മൈൻഡ് ചെയ്യാതെ അതെടുത്ത് പുറത്തേക്ക് ഒഴിക്കുന്നു, വൃത്തിയായിട്ട് ഗ്ലാസ് കഴുകുന്നു. ആ മുഖഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ കുറ്റം ചെയ്തതായിട്ടുള്ള ഒരു രീതിയാണ് പുള്ളിക്കാരന്. എന്നിട്ട് സോഡ ഒഴിച്ച് നാരങ്ങ വെള്ളം തന്നു. വാങ്ങിച്ചു പോയല്ലോ, കുടിക്കാതിരിക്കുന്നത് എങ്ങനെയാ? അത് മാത്രമല്ല പുള്ളിക്കാരൻ വീണ്ടും ഗ്ലാസ് കഴുകി. പക്ഷേ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അത്ര ശ്രദ്ധിച്ചു, അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചു. എൻ്റെ പ്രകാരം 100 പേര് 200 പേര് ആ കടയിൽ വന്ന് നാരങ്ങ വെള്ളം കുടിച്ചു കാണും, മോരും വെള്ളം കുടിച്ചു കാണും, സർബത്ത് കുടിച്ചു കാണും, എന്തെങ്കിലുമൊക്കെ ജ്യൂസ് കുടിച്ചു കാണും. അവർ കുടിച്ചതെല്ലാം മുൻപ് അവിടെ നിന്ന് വെള്ളം ഉപയോഗിച്ചവരുടെ വെള്ളം ജ്യൂസ് കഴിച്ചവരുടെ, നാരങ്ങ വെള്ളം കുടിച്ചതിന്റെ ബാക്കി കൂടി അവിടെ വയറ്റിലെത്തിയല്ലോ എന്നൊരു ദുഃഖം എനിക്കുണ്ട്. എൻ്റെ വയറ്റിൽ അത് എത്തിയില്ലെങ്കിലും എന്നെ പോലെ വഴിയാത്രക്കാരായ എത്രയോ പേര് വേസ്റ്റ് കുടിച്ചു. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കഴിവതും പ്രിയമുള്ളവരെ, നിങ്ങൾ ഇങ്ങനെ ഗ്ലാസ്സിലാണ് നമ്മൾ വെള്ളം കുടിക്കുന്നതെങ്കിൽ അതെങ്ങനെ ശുചിയാക്കുന്നു, എങ്ങനെ അത് വൃത്തിയാക്കുന്നു, എങ്ങനെ അത് കഴുകുന്നു എന്ന് നല്ല രീതിയിൽ നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മളത് കുടിക്കാവൂ. അല്ലെങ്കിൽ ഈ മുൻപ് പറഞ്ഞതുപോലെ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അതിന് മുൻപ് പോയ 10, 20, 30, 40 പേരുടെ അവർ കുടിച്ചതിൻ്റെ ബാലൻസ് നമ്മുടെ ശരീരത്ത് നമ്മൾ അറിയാതെ കടന്നു ചെല്ലും. അത് നമുക്ക് ചിലപ്പോൾ മാരകമായ രോഗം സമ്മാനിക്കാം. ഒരു രോഗവും ഇല്ലെങ്കിൽ തന്നെ അത് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു ഛർദിൽ വരുന്നില്ലേ? ഇത് ഓർക്കുമ്പോൾ തന്നെ എന്ത് ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണ്. ഈ വേനൽക്കാലം നമ്മൾ ഈ രീതിയിൽ നമ്മുടെ ശരീരത്ത് രോഗം വരാതെ സൂക്ഷിക്കാനായിട്ട് ഒരു ചെറിയ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഈ ചെറിയ സംഭവത്തിലൂടെ. ഇതിനിടയ്ക്ക് പറയട്ടെ, നാരങ്ങാക്കറ്റിന് വെള്ളം കൊടുക്കുന്ന എല്ലാവരും, ജ്യൂസ് കൊടുക്കുന്ന എല്ലാവരും, സർബത്ത് കൊടുക്കുന്ന എല്ലാവരും ഇതുപോലെ വൃത്തിയില്ലാതെ ഈ വൃത്തികെട്ട രീതി അവലംബിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഒരിക്കലും അഭിപ്രായമില്ല. വളരെ ഉത്തരവാദിത്തത്തോടെ ഗ്ലാസ് കഴുകി തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലേക്ക് പോകുന്ന ഭാഗത്ത് ഒരു മനുഷ്യന്റെ കടയിൽ നിന്ന് ഞാൻ 10 വർഷത്തോളം തുടർച്ചയായിട്ട് ജ്യൂസ് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. ആ മനുഷ്യൻ ഗ്ലാസ് കഴുകുന്നത് നമ്മുടെ മുൻപിൽ വെച്ച് 2-3 പ്രാവശ്യം ഗ്ലാസ് വൃത്തിയായിട്ട് കഴുകുന്നത് നമുക്ക് നേരിട്ട് കാണാം. അപ്പൊ അങ്ങനത്തെ ധാരാളം മനുഷ്യരുണ്ട്, ധാരാളം കച്ചവടക്കാരുണ്ട്. ഒപ്പം 5-10% ആൾക്കാർ ഇങ്ങനെ വളരെ നികൃഷ്ടമായി പെരുമാറുന്നുമുണ്ട്. അവരുടെ മുമ്പിൽ വരുന്ന കസ്റ്റമർ അവർക്ക് വെറും ഒരു പൈസ നൽകുന്ന ഒരു യന്ത്രം മാത്രമാണ്, ഒരു മനുഷ്യനാണെന്ന് പോലുള്ള ചിന്ത ഇല്ലാത്ത ആൾക്കാരുമുണ്ട്. ആയതിനാൽ കേരളത്തിലെ എല്ലാ നാരങ്ങ വെള്ളം, കുടിവെള്ള കച്ചവടക്കാർ, ജ്യൂസ് കടക്കാർ ഒക്കെ ഇങ്ങനെയാണ് എന്ന് എനിക്കൊരിക്കലും അഭിപ്രായമില്ല. എൻ്റെ 2 അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്ന് മാത്രം. ശ്രദ്ധിക്കുക, നാം ഒരു കടയിൽ നിന്ന് ഗ്ലാസ്സിൽ തണുത്ത വെള്ളം വാങ്ങി കുടിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ വൃത്തി, അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ വൃത്തി ഒക്കെ പരിശോധിച്ചാൽ ആശുപത്രിയിൽ കിടക്കാതെ നമ്മൾക്ക് രക്ഷപ്പെടാം. നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം. താങ്ക് യു.